പിടിച്ചോ എന്ന മട്ടിലുള്ള ഈ യാത്ര ഊട്ടിയിലേക്കാണ് കേട്ടോ. ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും എല്ലാവരെയും കണ്ടു കിട്ടുക വളരെ പ്രയാസമാണ്. ഒന്നിച്ചുള്ള ഈ യാത്രയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാകുമ്പോൾ ഒരു നല്ല വൈബും പോസിറ്റീവ് ഫീലിംഗുമാണ്. പിന്നെ ന്യൂ ജനറേഷനുള്ള കുട്ടികൾക്ക് ഒന്ന് അടുത്ത് പരിചയപ്പെടുകയും ആവാം. ഊട്ടിയിൽ സ്വെറ്ററൊക്കെ ഇട്ട് ഷാളൊക്കെ പുതച്ച് തണുപ്പ് ആസ്വദിച്ച് നടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതിന് വിവിധങ്ങളായ ഒരു രുചിയും വ്യത്യസ്തമായ കാഴ്ചകളും ഉണ്ടാവുമല്ലോ. ഊട്ടിയിൽ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു രാത്രി സുഖമായൊന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയോടുകൂടി മടങ്ങാനാണ് പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആദ്യം പോയത് പക്ഷി സങ്കേതത്തിലേക്കാണ് കേട്ടോ. വൈവിധ്യങ്ങളായ കാഴ്ചകളുണ്ട് ഇവിടെ. ഇതാ അരയന്നങ്ങൾ നീന്തി കളിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, വെള്ളം വളരെ ഡേർട്ടിയാണ്. ഒന്ന് തൊടുവാനോ കാലുകൊന്ന് നനയ്ക്കുവാനോ ഒന്നും തോന്നുകയില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് തത്തമ്മ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളിലേക്ക് പറന്നിറങ്ങി തീറ്റയെടുക്കുന്നതാണ്. എല്ലാവരുടെ കൈകളിലേക്കും അവ യഥേഷ്ടം പറന്നിറങ്ങി. അത് എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. വർണ്ണവൈവിധ്യങ്ങളോടുകൂടിയ പക്ഷികൾ, വെള്ളം കൊതിയോടുകൂടി കുടിക്കുന്ന റാബിറ്റ്, തടിച്ചുരുണ്ട കോഴികൾ ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. എൻ്റെ ഫോട്ടോ എടുക്കും എന്നും പറഞ്ഞ് കുറേ പേർ തലയൊക്കെ വളരെ കഷ്ടപ്പെട്ട് വേലിക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോ എടുത്തു, കാണിച്ചും കൊടുത്തു. ഞാനാണ് ഇവിടുത്തെ രാജറാണി താരറാണി എന്നും പറഞ്ഞ് ഒട്ടകച്ചേച്ചി തല പൊക്കി പിടിച്ചു നിൽക്കുന്നു. അപ്പുറത്ത് നല്ല മിനിയേച്ചർ കാളക്കുട്ടൻ, കൂട്ടത്തിലൊരു ചെമ്മരിയാടുമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെമ്മരിയാട് ഭയങ്കര തിരക്കിലാണ്. കാണാൻ ഗസ്റ്റ് വന്നതൊന്നും അറിഞ്ഞിട്ടേയില്ല. എന്തൊക്കെയോ ചിക്കി ചികഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയാണ് മൂപ്പർ. നോട്ടി ബോയ്സ് ആൾവേസ് നോട്ടി ബോയ്സ് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേർ വലിയ കളികളൊക്കെ കളിച്ച് അങ്ങനെ നിൽക്കുകയാണ്.